നമസ്കാരം. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കു വേണ്ടി 2026 മാർച്ച് 1, 2 തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു കാര്യം ഓർക്കുക, നമ്മളിവിടെ പഠിക്കുന്ന ഓരോ പോയിന്റും ചിലപ്പോൾ നാളത്തെ ചോദ്യപേപ്പറിലെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യമാകാം. അപ്പോ ഫുൾ കോൺസെൻട്രേഷനോടെ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങണം, അല്ലേ? അതിനുവേണ്ടി പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഞാൻ പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഈ ഭാഗത്ത് നിന്ന് ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാക്കാനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നുള്ള വാർത്തകളുമായിട്ട് തന്നെ തുടങ്ങാം. KS, LDC, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള കേരള PSC പരീക്ഷകൾക്ക് ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഒരു അടിപൊളി വാർത്തയുണ്ട്. 2026 സന്തോഷ് ട്രോഫി നമ്മുടെ കേരളം സ്വന്തമാക്കിയിരിക്കുന്നു. ഹൈദരാബാദിൽ നടന്ന ഫൈനലിൽ നമ്മൾ ഗോവയെയാണ് തോൽപ്പിച്ചത്. പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യം അതായിരിക്കില്ല. ചോദ്യം ഇതാണ്: ഇത് കേരളത്തിന്റെ എത്രാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണ്? ഉത്തരം ഈ സ്ക്രീനിലുണ്ട്, 8. ഈ 8 എന്ന നമ്പർ മനസ്സിലങ്ങ് പതിപ്പിച്ചോളൂ. കർഷകർക്ക് ഒരു വലിയ ആശ്വാസവാർത്ത. റബ്ബറിന്റെ താങ്ങുവില ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട്. മുൻപേ 170 രൂപയായിരുന്നു, അതിപ്പോ 250 രൂപയാക്കി ഉയർത്തി. ഇത് മാർച്ച് 1 മുതൽ നിലവിൽ വന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട ഇത്തരം കണക്കുകൾ പരീക്ഷയിലെ സ്ഥിരം ചോദ്യമാണ്. അതുകൊണ്ട് ഈ 250 എന്ന ഫിഗർ മറന്നു പോകരുത്. ഇനി നമ്മൾ നോക്കുന്നത് കേരളം കൈവരിച്ച 3 ചരിത്രപരമായ ആദ്യ നേട്ടങ്ങളാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ആദ്യത്തേത് എന്ന ടോപ്പിക് PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമതായി, കേരളം സ്വന്തമായി ഒരു അർബൻ പോളിസി, അതായത് നഗരനയമുള്ള ആദ്യ സംസ്ഥാനമായി. രണ്ടാമത്, ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഗവൺമെന്റ് ലീഡറെ നിയമിച്ചു. ആരാണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. മൂന്നാമതായി, റെയിൽവേയുടെ ആദ്യ പാർക്ക്, അതായത് വിഷൻ പാർക്ക്, നമ്മുടെ കൊല്ലത്ത് നിലവിൽ വന്നു. ഇത് മൂന്നും 3 ചോദ്യങ്ങളായി തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞില്ലേ, ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഗവൺമെന്റ് ലീഡർ എന്ന്. അത് സൂര്യ ഈശ്വരാണ്. ആരാണ് ഈ ഗവൺമെന്റ് ലീഡർ? സിംപിളായി പറഞ്ഞാൽ, ഹൈക്കോടതിയിൽ സർക്കാർ ഒരു കക്ഷിയായി വരുന്ന കേസുകളിൽ സർക്കാരിനു വേണ്ടി വാദിക്കുന്ന വക്കീലാണ് ഗവൺമെന്റ് ലീഡർ. അപ്പോൾ ആ പോസ്റ്റിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഓക്കെ, കേരളത്തിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് നമുക്കിനി ദേശീയ തലത്തിലുള്ള പ്രധാന സംഭവങ്ങളിലേക്ക് കടക്കാം. UPSC, SSC പോലുള്ള അഖിലേന്ത്യാ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം വളരെ നിർണായകമാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയൊരു ചീഫ് വന്നിരിക്കുന്നു. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി വിരമിച്ച ഒഴിവിലേക്ക് വൈസ് അഡ്മിറൽ V. ശ്രീനിവാസാണ് പുതിയ മേധാവി. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്നാൽ, അദ്ദേഹം ഇന്ത്യയുടെ 27ാമത് നാവികസേനാ മേധാവിയാണ്. ഈ 27 എന്ന നമ്പർ ഓർക്കണേ. ഇത് ഓർക്കാനൊരു ട്രിക്കുണ്ട്. ശ്രീനിവാസിന്റെ S പിന്നെ C, അതായത് കടലിന്റെ S. അപ്പോ S ഫോർ ശ്രീനിവാസ്, S ഫോർ C. സിമ്പിളല്ലേ? നമ്മുടെ സാമ്പത്തിക രംഗത്ത് നിന്നൊരു നല്ല വാർത്തയുണ്ട്. 2026 ഫെബ്രുവരിയിൽ രാജ്യത്തിന്റെ GST വരുമാനം 1.85 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 12% വളർച്ചയാണ് കാണിക്കുന്നത്. ഈ 1.85 ലക്ഷം കോടി എന്ന കണക്കും 12% വളർച്ചയും ഓർത്തുവെച്ചോളൂ. കർഷകർക്കു വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പുതിയ പദ്ധതി രാജ്യവ്യാപകമാക്കുകയാണ്. ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവം പിടികിട്ടിയില്ലേ? കൃഷിയിലെ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ സഹായം എത്തിക്കുക, അതാണ് ലക്ഷ്യം. അതായത് ഡ്രോണുകൾ ഉപയോഗിച്ച് മരുന്ന് തളിക്കുന്നത്, സാറ്റലൈറ്റ് ഡേറ്റ വെച്ച് വിളകൾ നിരീക്ഷിക്കുന്നത്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇനി നമ്മൾ പോകുന്നത് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. ഏതാണെന്നറിയാമോ? സയൻസ്, ടെക്നോളജി പിന്നെ ഡിഫൻസ്. ഇതൊരു ചരിത്രപരമായ വാർത്തയാണ്. ഇന്ത്യയുടെ സ്വന്തം സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് തുടക്കമാവുകയാണ്. രാജ്യത്തെ ആദ്യത്തെ കമേഴ്ഷ്യൽ സെമി കണ്ടക്ടർ പ്ലാന്റിന് കേന്ദ്ര സർക്കാർ ഗ്രീൻ സിഗ്നൽ നൽകി. സ്ഥലം എവിടെയാണെന്ന് ഉറപ്പായും ഓർത്തുവെക്കണം, മറക്കരുത്. ഗുജറാത്തിലെ ധോലേര. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ സ്റ്റെപ്പാണിത്. നമ്മുടെ DRDO വിജയകരമായി പരീക്ഷിച്ച ഒരു പുതിയ മിസൈലാണ് VSHORADS. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചുവെക്കണം. വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നാൽ, ഇത് മാൻ പോർട്ടബിൾ ആണ്. അതായത് ഒരാൾക്ക് തോളിൽ വെച്ച് കൊണ്ടുപോയി എവിടെ നിന്നും വിക്ഷേപിക്കാൻ പറ്റും. ഇത് ഓർക്കാൻ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. വെരി ഷോർട്ട് റേഞ്ച് അല്ലേ? അപ്പോൾ ഒരു പട്ടാളക്കാരന് വെരി ഷുവർ ആയിട്ട് ഷോൾഡറിൽ വെക്കാം. എങ്ങനെയുണ്ട്? ശരി, ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇനി കുറച്ചുനേരം അന്താരാഷ്ട്ര തലത്തിലേക്കും.
പരീക്ഷകളിലെ ജനറൽ അവയർനെസ് വിഭാഗത്തിൽ സ്ഥിരമായി വരുന്ന ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കും പോകാം. അന്താരാഷ്ട്ര തലത്തിലെ 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ട്. ഒന്ന്, 2026 മാർച്ചില് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനം ഫ്രാൻസ് ഏറ്റെടുത്തു. ഈ പ്രസിഡന്റ് സ്ഥാനം ഓരോ മാസം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർച്ചിലെ പ്രസിഡന്റ് ഫ്രാൻസാണ്. രണ്ടാമത്തെ വാർത്ത കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു ഭീകരത കാണിക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ഫെബ്രുവരി മാസമായിരുന്നു ഈ കഴിഞ്ഞ 2026-ലേത്. മാർച്ച് 1-ന് 2 പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. ഒന്നാമത്തേത് വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ. നമ്മുടെ ദുരന്ത നിവാരണ സേനാംഗങ്ങളെയൊക്കെ ആദരിക്കാനുള്ള ദിവസമാണിത്. രണ്ടാമത്തത് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ, അതായത് 0 വിവേചന ദിനം. എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുക എന്നതാണിതിന്റെ ലക്ഷ്യം. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് UNAIDS ആണെന്നുള്ളത് ഒരു എക്സ്ട്രാ പോയിന്റായിട്ട് ഓർത്തുവെച്ചോളൂ. ഇനി കുറച്ച് സ്പോർട്സ് ആവേശം. കായികലോകത്തെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇതിനുശേഷം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ റിവിഷൻ ഉണ്ടാവും. റെഡിയായിരുന്നോളൂ. ഇന്ത്യയ്ക്ക് വീണ്ടും ഒരു അഭിമാന നിമിഷം. നമ്മുടെ യുവ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ ഏഷ്യൻ ചെസ് ചാമ്പ്യൻ ആയിരിക്കുന്നു. മത്സരം നടന്നത് ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചായിരുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട സ്പോർട്സ് വാർത്ത. 2026-ലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്നത് ഉത്തർപ്രദേശാണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ശരി, അപ്പൊ നമ്മള് കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇതൊക്കെ തലച്ചോറിൽ ഉറപ്പിക്കണ്ടേ? അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഒരു ക്വിക്ക് റീക്യാപ്പ്. നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. റെഡിയല്ലേ? നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഏതാ? സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളം 8ാം തവണ. പുതിയ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ്. പുതിയ റബ്ബർ സബ്സിഡി 250 രൂപ. ഏഷ്യൻ ചെസ് ചാമ്പ്യൻ പ്രജ്ഞാനന്ദ. ഈ 4 പോയിന്റ്സ് മനസ്സിൽ ലോക്ക് ചെയ്തോളൂ. ഓക്കെ, ആദ്യത്തെ ചോദ്യം. 2026-ലെ സന്തോഷ് ട്രോഫി നേടിയത് ആരാണ്? ഒന്നാലോചിച്ചു നോക്കൂ. ഉത്തരം കിട്ടിയോ? അതെ, നമ്മുടെ സ്വന്തം കേരളം. രണ്ടാമത്തെ ചോദ്യം. കേരളത്തിൽ റബ്ബറിന് പുതുക്കി നിശ്ചയിച്ച സബ്സിഡി തുക എത്രയാണ്? ആ നമ്പർ ഓർമ്മയുണ്ടോ? കറക്റ്റ്, 250 രൂപ. അവസാനത്തെ ചോദ്യം. ആരാണ് നാവികസേനയുടെ പുതിയ മേധാവി? നമ്മളൊരു കോഡൊക്കെ വെച്ച് പഠിച്ചതാണ്. അതെ, വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ്. വളരെ നന്നായിരിക്കുന്നു. നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും. അടുത്ത വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം.